കോണാട്ടുകരയുടെ തലസ്ഥാനം സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാട് മുതൽ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരമായ പത്തനാപുരം വരെ നീണ്ട 3 ജില്ലകളിലായി കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. ആലപ്പുഴയുടെ കാർഷിക പെരുമയും കൊല്ലത്തിന്റെ വ്യാവസായിക പെരുമയും കോട്ടയത്തിന്റെ അക്ഷരപ്പെരുമയും സമന്വയിക്കുന്ന നാട്. നെല്ലും റബ്ബറും കശുവണ്ടിയുമെല്ലാം വിളയുന്ന നാട്. കായലും കാടും മലയും നെൽപ്പാടങ്ങളുമായൊക്കെ ഇടകലർന്നു കിടക്കുന്ന ഒരു പ്രദേശം. ആ ഇടകലർപ്പൊന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാവേലിക്കാർ കാട്ടാറില്ലെന്നതാണ് വാസ്തവം. കൃത്യമായ രാഷ്ട്രീയം അവർക്കുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ 2 തവണ മാത്രമാണ് മാവേലിക്കര ഇടത്തേക്ക് ചാഞ്ഞിട്ടുള്ളത്. കേരളം മുഴുവൻ രാഹുലിസം ആഞ്ഞടിച്ച 2019 മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് മാവേലിക്കരക്കാർ കൊടിക്കുന്നിലിന് 3ാമതും പാർലമെന്റിലേക്ക് അയച്ചത്. 61,131 വോട്ടുകളുടെ വ്യത്യാസത്തിൽ CPIയുടെ ചിറ്റയം ഗോപകുമാറിനെയാണ് കൊടിക്കുന്നിൽ തോൽപ്പിച്ചത്. 45.4% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ CPIയുടെ വോട്ട് വിഹിതത്തിൽ വൻ ഇടിവാണ് നേരിട്ടത്. 39.1% വോട്ടുകൾ മാത്രമാണ് ചിറ്റയത്തിന് ലഭിച്ചത്. NDA മുന്നണിക്കായി മത്സരിച്ച BDJI സ്ഥാനാർത്ഥി തഴവ സഹദേവൻ 1 ലക്ഷത്തിലധികം വോട്ട് നേടി ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. മണ്ഡലത്തിലെ ജാതി സമവാക്യങ്ങളിൽ വന്ന വിള്ളലാണ് കൊടിക്കുന്നിലിന് എന്ന നേതാവിന് മാവേലിക്കരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അന്നു മുതൽ തന്നെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായി മാറി കൊടിക്കുന്നിൽ സുരേഷ്. അതുമാത്രമല്ല, വിദേശികളിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നിരവധി പേരുണ്ട്. മൺട്രോതുരുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയതാണ് 3 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള യുവ സുഹൃത്തുക്കൾ. മൂവരും പെരുന്തുരുത്തിലെ മാടക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പര്യടന പരിപാടിയുമായി അതുവഴി വരുന്നത്. 3 പേരും വിഭിന്നമായ തൊഴിൽ മേഖലയിലുള്ളവർ. അയർലൻഡുകാരിയായ മിഷാൽ അധ്യാപികയാണ്, വിഷയം സോഷ്യൽ സയൻസ്. ജർമ്മൻ സ്വദേശിയായ ജോൺ ഗറോട്ടിയൻ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഷെഫാണ്. ജർമ്മനിയിൽ നിന്നുള്ള ഷാഫിൻല മെയിൻ നഴ്സാണ്. 3 പേർക്കും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ ഉള്ളൂ. ജോണിന് കേരളത്തിന്റെ തനത് രുചി വൈവിധ്യം ആസ്വദിക്കണം, പഠിക്കണം. ഫാവിൻലായ്ക്ക് മലയാളികൾക്ക് വ്യാപകമായി മെഡിക്കൽ ഫീൽഡ് തെരഞ്ഞെടുക്കാനുള്ള കാരണമാണ് അറിയേണ്ടതും. ആനുകൂല്യങ്ങളിൽ കോളം എഴുതുന്ന മിഷാലിന് തനിക്കുള്ള വിഭവങ്ങൾ കണ്ടെത്തണം. കൃത്യമായ വിവരങ്ങൾ കിട്ടാൻ ഭാഷ തടസ്സമായി നിൽക്കുമ്പോഴാണ് ആകസ്മികമായി കൊടിക്കുന്നിലിനെ കാണുന്നത്. കാര്യമറിഞ്ഞ മാത്രയിൽ തന്റെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട് കുട്ടനാടും ചെങ്ങന്നൂരും സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ വിവരങ്ങളും ലഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കുട്ടനാട് രുചി വൈവിധ്യത്തിന്റെ കലവറയാണ്. ആരോഗ്യമേഖലകളിൽ ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ചെങ്ങന്നൂർ. കൂടുതൽ സംശയങ്ങൾ യുവാക്കൾ ഉന്നയിച്ചപ്പോൾ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്നും തിരക്കുണ്ടെന്നും പറഞ്ഞു. അവർക്ക് വേണ്ട വിവരങ്ങളും സഹായവും ചെയ്തു നൽകാൻ സ്റ്റാഫ് വിഷ്ണു ഉണ്ണിത്താനെയും ചുമതലപ്പെടുത്തി. ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് മത്സരിക്കുന്നതെന്നും ഇപ്പോൾ സീനിയർ MP ആണെന്നും അറിഞ്ഞപ്പോൾ മിഷാലിന് വലിയ അത്ഭുതമായി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും സീനിയറായ പാർലമെന്ററിയൻ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനായി. അവരോടൊപ്പം ഫോട്ടോ എടുത്ത ശേഷമാണ് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർത്തിയിട്ടിരുന്ന തുറന്ന ജീപ്പിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് കയറിയത്. ജനങ്ങളോട് ഏറെ പ്രതിബദ്ധത ഉള്ള ആളുകൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇക്കുറിയും മാവേലിക്കര കൊടിക്കുന്നിലിന് സ്വന്തമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. ഈ ഒരു വർഷക്കാലം മുഴുവൻ MP ആയിരിക്കുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ ഒരു പര്യടനത്തിൽ നടക്കുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇക്കാലം അത്രയുമുള്ള പ്രവർത്തനത്തിന് താങ്ങായതും തണലായതും. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും.